ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ കഥയിൽ സത്യമ്മ പറയുന്നുണ്ട്, സത്യമ്മയ്ക്കാണെങ്കിൽ പണത്തിനൊരു കുറവുമില്ല, പക്ഷെ പിടിപാട് മാത്രമില്ലെന്നൊക്കെ പറയുന്നു. കാലത്തിനൊത്ത് എല്ലാവർക്കും പിടിപാടൊക്കെയായി, പക്ഷെ സത്യഭാമയ്ക്ക് അത് മാത്രം ഉണ്ടാക്കാൻ പറ്റിയില്ലെന്നൊക്കെ പറയുന്നു. അതുകൊണ്ട് ഈ വിവാഹത്തോടെ അതൊക്കെ ഉണ്ടാക്കണം. ഷൺമുഖദാസ് ആണെങ്കിൽ ഇനി ആഭ്യന്തരമന്ത്രിയാകാൻ പോവുകയാണെന്നൊക്കെ പറയുന്നു. മഞ്ചരി ആണെങ്കിലും നല്ല കുട്ടിയാണെന്നൊക്കെ പറയുന്നുണ്ട്. സത്യാമ്മയാണെങ്കിൽ വിഷ്ണുവിനോട് പറയുന്നുണ്ട്, നിന്നെക്കുറിച്ച് മാത്രമല്ല ചിന്തിക്കേണ്ടത്, മറ്റുള്ളവരെ കുറിച്ച് ചിന്തിക്കണം, ഈ വീടിനെ കുറിച്ചൊക്കെ ചിന്തിക്കണമെന്നൊക്കെ പറയുന്നു. എനിക്കാണെങ്കിൽ എൻ്റെ പഴയ കാല പ്രതാപം തിരിച്ചെടുക്കണം. അത് മാത്രമല്ല, ആ സർലയുടെയും മോളുടെയും മുന്നിലാണെങ്കിൽ തോറ്റു കൊടുക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് മോൻ പോയി ഒരുങ്ങിയിട്ട് വരാനെന്നൊക്കെ പറയുന്നു. വിഷ്ണു അവിടെ നിന്ന് ദേഷ്യത്തോടെ പോകുന്നുണ്ട്. വിഷ്ണു റൂമിലേക്ക് പോയിട്ട് സങ്കടപ്പെട്ടിരിക്കുന്നു. അത് കണ്ടിട്ടാണെങ്കിൽ പപ്പിമോൾ സത്യമോളെ വിളിക്കുന്നുണ്ട്. പപ്പിമോൾ സത്യമോളോട് പറയുന്നുണ്ട്, ഇവിടെ വല്യച്ഛനാണെങ്കിൽ ഭയങ്കര സങ്കടത്തിലാണ്. ഇഷ്ടമല്ല വിവാഹത്തിനെന്നും പറഞ്ഞിട്ടും അച്ഛമ്മ വിവാഹത്തിന് നിർബന്ധിക്കുകയാണെന്നൊക്കെ പറയുന്നു. ഇനിയും എന്താണ് ചെയ്യുക, നിനക്കാണെങ്കിൽ എന്തെങ്കിലും ഐഡിയ ഉണ്ടോ എന്നൊക്കെ ചോദിക്കുന്നു. സത്യം ഇപ്പോൾ പറയുന്നുണ്ട്, ഞാനൊന്ന് ആലോചിക്കട്ടെ എന്ന്. ആലോചിച്ചിട്ടാണെങ്കിൽ പപ്പിമോളോട് എന്തോ ഐഡിയ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ശേഷം കാണിക്കുന്നത് ഷൺമുഖദാസും മകളെയും കൂട്ടി ഫാമിലി ആയിട്ട് സത്യാമ്മയുടെ വീട്ടിലേക്ക് വരുന്നു. സത്യാമ്മ എല്ലാവരെയും സ്വീകരിച്ചിരുത്തുന്നുണ്ട്. സത്യാമ്മ രോഹിത്തിനോട് പറയുന്നുണ്ട് വിഷ്ണുവിനെ വിളിച്ചിട്ട് വരാനെന്ന്. രോഹിത് പക്ഷെ മൈൻഡ് ചെയ്യുന്നില്ല. പിള്ളയും അവിടെ നിന്ന് മാറിപ്പോകുന്നു. സത്യാമ്മ അപ്പോൾ തീരുമാനിക്കുന്നു, ഞാൻ തന്നെ വിളിച്ചിട്ട് വരാമെന്ന്. അതിനുശേഷം മുകളിലേക്ക് പോകുന്നു. സത്യാമ്മ വിഷ്ണുവിന്റെ അടുത്തേക്ക് ചെന്നിട്ട് ഒരു ഷർട്ട് എടുത്ത് കൊടുത്തിട്ട് ഇതിട്ടിട്ട് വരാനെന്ന് പറയുന്നു. നാട്ടിലെ നിയമം നടത്തുന്നത് സത്യാമ്മയാണെങ്കിൽ ഈ വീട്ടിലെ കാര്യങ്ങൾ തീരുമാനിക്കുന്നതും സത്യാമ്മയാണെന്നൊക്കെ പറയുന്നു. സത്യമ്മ പറയുന്നുണ്ട്, നേരത്തെയാണെങ്കിൽ ഞാനൊരു വിവാഹം തീരുമാനിച്ചിരുന്നു, പക്ഷെ നീ ആണെങ്കിൽ ഒരുത്തിയെ വിളിച്ചു കൊണ്ടുവന്നു. അതാണെങ്കിൽ എനിക്ക് താങ്ങാൻ പറ്റാവുന്നതിന്റെ അപ്പുറമായിരുന്നു എന്നൊക്കെ പറയുന്നു. ഒരു ചായക്കടക്കാരിയുടെ മകളായിരുന്നു. അത് മാത്രമല്ല, അവളെ ഞാനാണെങ്കിൽ കുറച്ചൊക്കെ സ്നേഹിച്ചു വന്നതാണ്. അവളെ ഞാൻ ഒരുപാട് സ്നേഹത്തോടെയാണ് അവളുടെ സീമന്തം വരെ നടത്താൻ പോയത്. പക്ഷെ അന്നത്തെ ദിവസം സംഭവിച്ചതെല്ലാം എന്റെ തെറ്റുകൊണ്ടാണോ, എല്ലാം അവളുടെ തെറ്റുകൊണ്ടല്ലേ എന്നൊക്കെ പറയുന്നു. സത്യാമ്മ പറയുന്നുണ്ട്, ശാലിനി തെരുവിൽ നിന്ന് വന്നതാണ്, അതുപോലെ തന്നെ ആ തെരുവിലേക്ക് അവൾ തിരിച്ചുപോയി. അവളെ ഓർത്തിട്ട് എന്റെ മകന്റെ ജീവിതം തട്ടിക്കളിക്കാനുള്ളതല്ല എന്നൊക്കെ പറയുന്നു. വിഷ്ണു അപ്പോൾ ചോദിക്കുന്നുണ്ട്, ഇത് എന്റെ ജീവിതമല്ലേ, എന്റെ ജീവിതം എനിക്ക് തീരുമാനിക്കാൻ അവകാശമില്ല എന്നൊക്കെ ചോദിക്കുന്നു. സത്യാമ്മ അപ്പോൾ പറയുന്നുണ്ട്, ഇത്രയും കാലം എല്ലാ കാര്യങ്ങളും നിന്റെ ഇഷ്ടത്തിനാണ് വിട്ടതെന്നൊക്കെ. ഇനി നീ എന്റെ ഇഷ്ടം കൂടെ പരിഗണിക്കണം, ചിലപ്പോൾ അത് നിന്റെ ജീവിതത്തിൽ നല്ലതായി മാറുമെന്നൊക്കെ പറയുന്നു. വിഷ്ണു അപ്പോൾ പറയുന്നുണ്ട്, എന്റെ ജീവിതത്തിൽ ശാലിനി മാത്രമേ ഉള്ളൂ എന്ന്. സത്യാമ്മ അപ്പോൾ ഉറപ്പാണോ എന്ന് ചോദിക്കുന്നു. വിഷ്ണു അപ്പോൾ ഉറപ്പാണെന്ന് പറയുന്നു. സത്യാമ്മ ഇപ്പോൾ പറയുന്നുണ്ട്, നിന്റെ കാര്യം തീരുമാനിക്കാൻ നിനക്ക് അവകാശമുണ്ട്, നീ തന്നെ തീരുമാനിച്ചോളൂ. നിനക്കറിയാമല്ലോ ഞാനൊരു ഹാർട്ട് പേഷ്യന്റ് ആണെന്ന്. അന്ന് തന്നെ വയ്യാതായപ്പോൾ ഡോക്ടർ പറഞ്ഞത് ഹോസ്പിറ്റൽ ആയതുകൊണ്ട് രക്ഷപ്പെട്ടെന്നാണ്. ഇപ്പൊ ഒരുപാട് ഗുളിക കഴിക്കുന്നുണ്ട്, അതിലൊരു ഗുളിക മുടക്കിയാൽ മതി, പിന്നെ ഞാൻ ജീവനോടുണ്ടാകത്തില്ല. നീ തീരുമാനിക്ക്, ഞാൻ ആ ഗുളിക മുടക്കണോ വേണ്ടയോ എന്ന്. നീ താഴേക്ക് വരാതിരിക്കുമോ, നീ എന്നെ അതിഥികളുടെ മുന്നിൽ അപമാനിക്കുകയോ ചെയ്താൽ ഉറപ്പായിട്ട് ഞാൻ ആ ഗുളിക മുടക്കുമെന്ന് സത്യാമ്മ പറയുന്നു. സത്യമ്മ പറയുന്നുണ്ട്, ഉടനെ തന്നെ ഈ വീട്ടിൽ ഒരു ചടങ്ങ് നടക്കും. ഒന്നുകിൽ നീ ആണെങ്കിൽ ഒരു പെണ്ണിന് പുടവ കൊടുക്കും, അല്ലെങ്കിൽ ഞാൻ ഈ വീടിന്റെ മുന്നിൽ പുടവ പുതച്ച് കിടക്കുമെന്ന് പറയുന്നു. സത്യമ്മ പറയുന്നുണ്ട്, നീ കാരണം അങ്ങനെ സംഭവിച്ചതെന്ന് ആർക്കും മനസ്സിലാകത്തില്ല, എല്ലാം കൊണ്ട് നിനക്ക് ഗുണമേ ആകത്തുള്ളൂ. അതിനുശേഷം നിനക്ക് നീ ആഗ്രഹിക്കുന്നവരെ ഈ വീട്ടിലേക്ക് കൂട്ടിയിട്ട് വരാനും പറ്റുമെന്നൊക്കെ പറയുന്നു. ഈ ഷർട്ട് ഞാൻ നിനക്ക് വേണ്ടി വാങ്ങിയതാണ്, ഇത് നീ ധരിക്കുന്നു, അതോ നീ എനിക്ക് വിഷുവിന് വാങ്ങി തന്ന കോടിമുണ്ടാണോ ഞാൻ ധരിക്കേണ്ടി വരിക എന്നൊക്കെ നീ തന്നെ തീരുമാനിച്ചു. എന്തായാലും ഞാൻ 10 മിനിറ്റ് വരെ വെയിറ്റ് ചെയ്യുമെന്നൊക്കെ പറഞ്ഞിട്ട് സത്യാമ്മ അവിടെ നിന്നും പോകുന്നു. സത്യാമ്മ പോയി കഴിഞ്ഞ് വിഷ്ണു വീണ്ടും ധർമ്മസങ്കടത്തിലാകുന്നു. ഇന്നത്തെ കഥ ഇതോടെ അവസാനിക്കുന്നു. പുതിയൊരു കഥയുമായി വീണ്ടും കാണാം. താങ്ക്